നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളൊക്കെ വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് ഓൾറെഡി മാറി തുടങ്ങിയിട്ടുണ്ട്. അത് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണ്ണയ നറുക്കെടുപ്പ് കഴിഞ്ഞത് മുതൽ ആ ഒരു ഫീൽഡിലാണ് ഫുട്ബോൾ. ഇപ്പോൾ ആഫ്കോൺ നടക്കുന്നു, ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കൊക്കെ ആ ഒരു ആവേശത്തിൻ്റെ പീക്കിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുന്ന ഒന്നായിരിക്കും. പ്രത്യേകിച്ച് ഫൈനലിസിം അവിടെയുണ്ട്. വേൾഡ് കപ്പിൻ്റെ പ്ലേ ഓഫുകൾ, ക്വാളിഫയറിൻ്റെ പ്ലേ ഓഫുകൾ അവിടെയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പായി. ജൂണിലും ജൂലൈയിലുമായിട്ട് വേൾഡ് കപ്പ് പോരാട്ടങ്ങൾ. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ മിന്നിക്കത്താൻ സാധ്യതയുള്ള താരങ്ങൾ ലിസ്റ്റുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് കപ്പിൽ ഫെയിലിയർ ആവാൻ സാധ്യതയുള്ള, ഡിസപ്പോയിൻമെൻ്റ് ആവാൻ സാധ്യതയുള്ള 5 താരങ്ങൾ. അപ്പോൾ ഇത് പറയുമ്പോൾ ആരടാ താൻ, ഈ കളിക്കാരൊക്കെ ഫെയിലിയർ ആവുമെന്ന് പറയാൻ താൻ ആര് എന്നൊക്കെ കമൻ്റ് ഇടാൻ വരട്ടെ. കാരണം ഇത് എൻ്റെ നിരീക്ഷണമല്ല, ടോം ഹിൻലെയുടെ നിരീക്ഷണമാണ്. ഫുട്ബോൾ ജേർണലിസ്റ്റായിട്ടുള്ള ടോം ഹിൻലെ goal.com അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങൾ പറയുന്നു. അപ്പോൾ ഇതൊരു മറുവശം കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സൂപ്പർ താരങ്ങൾ പൊളിച്ചെടുക്കുന്നൊക്കെ പറയുമ്പോൾ അതിനൊരു മറുവശം കൂടി ഉണ്ടല്ലോ. ആ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത് നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹാരി കെയ്ൻ, നമുക്കറിയാം എന്തൊരു കളിയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിലൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഹാരി കെയ്ൻ എല്ലാം ഉണ്ട്, ടാലൻ്റ് ഉണ്ട്, കളിക്കളത്തിൽ അത് മികവോടുകൂടി കാണിക്കാനുള്ള എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൽ ചില സെലക്ഷൻ ഡിബേറ്റ്സുകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വേൾഡ് കപ്പ് ഗ്ലോറിയിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം, പക്ഷേ ഫോമിൽ അധികം മ്യൂണിക്കിൽ പൊളിച്ചെടുക്കുന്ന അതേ ഘട്ടത്തിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഇംഗ്ലണ്ട് പ്രതീക്ഷക്കൊത്ത പ്രകടനം വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ നടത്താറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹാരി കെയ്നെ ആശ്രയിച്ച ഇംഗ്ലണ്ട് എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളത് കണ്ടറിയേണ്ടതുമാണ്. ദെൻ മറ്റൊരാൾ സാൻഡി ഹിമിനസ് ആണ്, മെക്സിക്കോയുടെ ഫോർവേഡ്. അദ്ദേഹത്തിനുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വന്തം നാട്ടിൽ കളിക്കാനിറങ്ങുമ്പോൾ വലിയ സമ്മർദ്ദം അദ്ദേഹത്തെ ബാധിക്കുമോ എന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഇന്നും പ്രകടനമായിരുന്നു ക്രൂസ് അസൂൽ അക്കാഡമിയിലൂടെ വളർന്നു വന്നപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞ് മിലാനിലേക്ക് എത്തിയതിന് ശേഷമോ മിസ് ഫയറിംഗ് ആണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഓൺ പേപ്പർ നമ്മൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. പേസ് ഉണ്ട്, ഇൻ്റലിജൻസ് ഉണ്ട്, ഏരിയൽ എബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല രൂപത്തിൽ മൂവ്മെൻറ്റ് നടത്താനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. എന്നാൽ അതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ കളിക്കുന്ന പ്രകടനവും പിന്നെ അടുത്ത വേൾഡ് കപ്പ് സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന സമ്മർദ്ദവും ചേരുമ്പോൾ അദ്ദേഹം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. അടുത്തയാളുടെ പേര് പലരും വലിയ രൂപത്തിൽ എതിർപ്പുമായിട്ട് രംഗത്തേക്ക് വന്നേക്കാം. പക്ഷേ ഹിൻലെ പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിൻ്റെ സൂപ്പർ താരം, 40 വയസ്സ് കഴിഞ്ഞ താരത്തിന് വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റിൽ എങ്ങനെ പെർഫോം നടത്താൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, റൊണാൾഡോ പോർച്ചുഗലിൻ്റെ ക്യാപ്റ്റനാണ്, ശരിയാണ്, ടീമിലെ സ്റ്റാറാണ് എന്നൊക്കെ പറയുമ്പോഴും ക്രിസ്ത്യാനോ ഇല്ലാതെ ഇറങ്ങുമ്പോൾ പോർച്ചുഗൽ കൂടുതൽ മികവിലേക്ക് പോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇൻ ഷോർട്ട്, റൊണാൾഡോ ഡ്രാഗ്സ് പോർച്ചുഗൽ ഡൗൺ സ്ലൈറ്റ്ലി എന്നാണ്. റൊണാൾഡോ പോർച്ചുഗലിനെ താഴേക്ക് വലിക്കുന്നു എന്ന്. ബട്ട് ഹി പ്ലേസ് ബിക്കോസ് ഹീസ് റൊണാൾഡോ. അദ്ദേഹം റൊണാൾഡോയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കളി തുടരുന്നത്. ഏതായാലും കുറച്ച് ഗോളുകൾ അദ്ദേഹം അടിച്ചേക്കും, ചില മത്സരങ്ങളിൽ അത് ഇമ്പോർട്ടൻറ്റുമായേക്കാം. പക്ഷേ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പോർച്ചുഗൽ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം എന്നാണിപ്പോൾ ഹിൻലെ വിലയിരുത്തുന്നത്. പിന്നെ അദ്ദേഹം ഫ്ലോപ്പാകും എന്ന് നിരീക്ഷിക്കുന്ന മറ്റൊരു കളിക്കാരൻ ആരാണെന്നറിയോ? വിനി ജൂനിയറാണ്. വിനി ജൂനിയർ ആ ബാലൻ ഡ്യൂർ കിട്ടാതിരുന്ന സമയത്ത് ഐ വിൽ കം ബാക്ക് 10 times ഇഫ് ഐ ഹാവ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 10x ബെറ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ ആ മികവ് അദ്ദേഹം കാണിക്കുന്നുണ്ടോ എന്നതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ബ്രസീലിയൻ ജേഴ്സിയിൽ എത്തുമ്പോൾ ആ മികവ് പലപ്പോഴും അദ്ദേഹത്തിൽ നമ്മൾ കാണാറുമില്ല. ആഞ്ചലോട്ടി വന്നതിന് ശേഷം കുറച്ചുകൂടി ഒരു മികവ് കാണിക്കുന്നുണ്ട് എന്ന് മാത്രം. നെയ്മർ കളിക്കാനില്ലെങ്കിൽ വിനിയെ ആശ്രയിച്ചുകൊണ്ടൊക്കെ ബ്രസീലിന് വേൾഡ് കപ്പ് നേടാൻ പറ്റുമെന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെ മുഹമ്മദ് സലാ, ഈജിപ്ഷ്യൻ സൂപ്പർ താരം, ഇപ്പോൾ ആഫ്കോൺ കളിക്കുന്നുണ്ട്. ആഫ്കോണിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം സിംബാബ്വെക്കെതിരെ അവർ വിജയിച്ച് കയറുമ്പോൾ വിജയഗോളൊക്കെ അദ്ദേഹത്തിൻ്റെ വകയാണ്. പക്ഷേ
നിലവിൽ തന്നെ നമുക്കറിയാം ലിവർപൂളിൽ അദ്ദേഹത്തിന് പതിയെ സ്ഥാനം നഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നൊരു സമയമാണ്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേൾഡ് കപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കണ്ടറിഞ്ഞേ പറ്റൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.